എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും വൊക്കാസ് പീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 എന്നത് PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഡിഗ്രി തല PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അവസരങ്ങളുടെ ഒരു വർഷം കൂടിയാണ്. SPCID മുതൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരെയുള്ള വിവിധ തസ്തികകളിലേക്ക് PSC വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിനെല്ലാമായിട്ടൊരു കോമൺ ഡിഗ്രി പ്രിലിംസ് എക്സാം നിങ്ങൾക്ക് ഈ വർഷം കാണും 2026. അപ്പോൾ നമ്മുടെ ആനുവൽ കലണ്ടർ പരിശോധിക്കുകയാണെങ്കിൽ ടെൻറ്റേറ്റീവായിട്ട് അതിൻ്റെ ഒരു ഡേറ്റ് അവർ കൊടുത്തിരിക്കുന്നത് മെയ് മുതൽ ജൂലൈ വരെയാണ്. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് അല്ലേ. അപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് മെയ് തൊട്ട് ജൂലൈ വരെയുള്ള സമയത്ത് 2 അല്ലെങ്കിൽ 3 സ്റ്റേജസ് ആയിട്ടായിരിക്കും ഈ എക്സാം നടക്കുന്നത്, ഡിഗ്രി പ്രിലിംസ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു സീരീസിൻ്റെ തുടക്കമാണ്, ഒരു പങ്ക്തിയുടെ ആരംഭമാണ്. അതായത് UPSC ഗ്രേഡ് ക്വസ്റ്റ്യൻസ് ഒരു ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് കേരള PSCയിൽ നമുക്കുള്ള സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് UPSC ക്വസ്റ്റ്യൻസും മറ്റ് സ്റ്റേറ്റ് PSCയുടെ ക്വസ്റ്റ്യൻസും എടുത്തിട്ട് നമ്മുടെ സിലബസിൽ മാച്ചിങ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നുള്ള ഏരിയാസ് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്ന ഒരു PYQ സീരീസാണ്. നമ്മൾ ഓൾറെഡി പുത്തൻ PSC ചോദ്യങ്ങളിലൂടെ ഒരു പങ്ക്തി ആരംഭിച്ചു. അത് പുതുതായിട്ട് PSCയുടെ പൂളിലേക്ക് വന്ന ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ UPSC ഗ്രേഡ് ക്വസ്റ്റ്യൻസ്, കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ്, അതിപ്പം എക്കണോമിക്സിൽ നിന്നുള്ളതും ജോഗ്രഫിയിൽ നിന്നുള്ളതും സിവിക്സ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ ഒരു പങ്ക്തിയിൽ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളിവിടെ നോക്കുക, നമുക്കറിയാം കേരള PSCയിൽ ഡിഗ്രി പ്രിലിംസ് എക്സാമിൽ എക്കണോമിക്സിന് 5 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. അതിൽ 1 മാർക്ക് എല്ലാ PSC ഡിഗ്രി പ്രിലിംസ് എക്സാംസിലും, നാളിതുവരെ കഴിഞ്ഞ എല്ലാ ഡിഗ്രി പ്രിലിംസ് എക്സാംസിലും 1 മാർക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് റിസർവ് ബാങ്ക് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻസ്, RB ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻസ് എന്നുള്ള ആ ഒരു ടോപ്പിക്ക്. ഓക്കെ, അവിടെ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എക്സാംസിൽ കൂടുതലും ചോദിച്ചിട്ടുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ്, പണനയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ധാരാളമായിട്ട് അറിയാം. ഇതിന് പുറമെ RBയുടെ ഫംഗ്ഷൻസിന് പുറമെ മോണിറ്ററി മെഷേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ മോണിറ്ററി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത സമയത്ത് എന്തുമാത്രം പണം അല്ലെങ്കിൽ ലിക്വിഡിറ്റി നമ്മുടെ എക്കണോമിയിൽ വേണം എന്നത് നിശ്ചയിക്കുന്ന നയങ്ങളെയാണ് നമ്മൾ പണനയങ്ങളെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? കാരണം നമുക്കറിയാം പ്രധാനമായിട്ടും RBയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി നിലവിൽ വന്ന ശേഷം മോണിറ്ററി പോളിസീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്, കോമ്പാറ്റിംഗ് ഇൻഫ്ലേഷനാണ്. അതായത് എക്കണോമിക് ഗ്രോത്തിനേക്കാളും പ്രാധാന്യം എന്തിനാണ്? ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ അതിനെ കോമ്പാറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ നിലയ്ക്ക് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാങ്ക് റേറ്റ് അറിയാം, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് അറിയാം, അതുപോലെ തന്നെ വേരിയബിൾ റിസർവ് റേഷ്യോസ് അറിയാം, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റിയുടെ ഭാഗമായിട്ടുള്ള റിപ്പോ, റിവേഴ്സ് റിപ്പോയെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി പഠിച്ചിട്ടുണ്ട്, സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി പഠിച്ചിട്ടുണ്ട്, മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ RB ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻസ് എന്നുള്ള ഏരിയയിൽ നിന്നും മുൻ വർഷ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു മോഡുലാറായിട്ട് നമ്മൾ പഠിച്ച് മാറ്റുന്ന ഏരിയാസ് ഇതാണ്. അതിന് പുറമെ എന്തുകൊണ്ട്? കാരണം നമ്മൾ ആ ഒരു 13 ഡിഗ്രി പ്രിലിംസ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ മുമ്പ് ചോദിച്ചിട്ടുള്ള UPSC ക്വസ്റ്റ്യൻസിന്റെ സ്വഭാവത്തിലുള്ള ചോദ്യങ്ങൾ PSC ഉൾപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പുതിയ ചോദ്യങ്ങൾ നമുക്ക് അത്തരത്തിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ 2021 വളരെ പഴയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല ഇത്. ഈ ലാസ്റ്റ് 5 വർഷത്തിനിടെ 2021 ചോദിച്ചൊരു ചോദ്യമാണ്. സാധാരണയായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് RBയെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, RBയെ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന RBയുടെ ഫംഗ്ഷൻ പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പഠിക്കാറുണ്ട്. എന്താണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ലാസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിൻ്റെ വേർഡ് മീനിങ് എന്താണ്? അവസാനത്തെ ആശ്രയം അല്ലേ, ലാസ്റ്റ് ഓപ്ഷൻ, അതാണ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ ചോദ്യം എന്താണ്? എന്തുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് വിളിക്കുന്നു? എന്താണ്? അവസാന ഓപ്ഷനാണ് RB എന്നുള്ളത് ഏത് കോണ്ടെക്സ്റ്റിലാണ് അങ്ങനെ ഒരു പ്രതിപാദ്യം, RBയെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം വരുന്നതിൻ്റെ കാരണം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഇതൊരു 3 പ്രസ്താവനകളിലൂടെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രസ്താവനകളിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാർ ചെന്ന് ചിന്തിക്കുമ്പോൾ, ഓരോ പ്രസ്താവനകൾ വായിക്കുമ്പോൾ, ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ഇതുകൊണ്ടായിക്കൂടെ നമ്മൾ ചിന്തിക്കും. ഉദാഹരണത്തിന് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ലെൻഡിങ് ടു ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ബോഡീസ് when they fail to borrow from other sources. ഇപ്പോൾ ഇൻഡസ്ട്രീസിനും വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റവസരങ്ങൾ ഇല്ലാതെയാകുമ്പോൾ അവസാന ആശ്രയം എന്നുള്ള നിലയ്ക്ക്, ഒരു ലാസ്റ്റ് ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക് RBയെ അവർക്ക് കടം നൽകാറുണ്ട്. അതുകൊണ്ടാണോ RBയെ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് വിളിക്കുന്നത്? അതായത് ട്രേഡിനും ഇൻഡസ്ട്രീസിനും മറ്റ് ഓപ്ഷൻസ്
എക്സോസ്റ്റഡ് ആവുന്ന സമയത്ത് അവർക്ക് RBI ഫിനാൻസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണോ RBI ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ആവുന്നത്? പ്രസ്താവന 1. ഇനി പ്രസ്താവന 2 എന്താണ്? പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ടു ബാങ്ക്സ് ഫേസിങ് എ ടെമ്പററി ക്രൈസിസ്. സമാനമായ സാഹചര്യം ബാങ്കുകൾക്ക് വന്നു ചേരുകയാണെങ്കിൽ ബാങ്കുകളുടെ അവസാന അത്താണിയാണ് RBI. അതുകൊണ്ടാണോ RBI ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് വിളിക്കുന്നത്? ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ലെൻഡിങ് ടു ഗവൺമെന്റ്സ് ടു ഫിനാൻസ് ബഡ്ജറ്ററി ഡെഫിസിറ്റ്. നമുക്കറിയാം ബഡ്ജറ്റിംഗ് പഠിച്ച സമയത്ത് നമ്മൾ എങ്ങനെയാ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ട് അല്ലേ? എങ്ങനെയാ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? വരവും ചെലവും കണക്കാക്കുമ്പോൾ ആദ്യമേ ചെലവല്ലേ നമ്മൾ കണക്കാക്കുന്നത്. ഉദാഹരണത്തിന് ടോട്ടൽ എക്സ്പെൻഡിച്ചർ 50.3 ലക്ഷം കോടി രൂപയാണെന്ന് കരുതുക. ഈ 50.3 ലക്ഷം കോടി രൂപ ആകെ ചെലവ് കണക്കാക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും? വരവ് കണക്കാക്കാൻ ശ്രമിക്കും. അങ്ങനെ വരവ് കണക്കാക്കുമ്പോൾ വരവിനേക്കാളും കൂടുതലാണ് ചെലവെങ്കിൽ, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത ടോട്ടൽ എക്സ്പെൻഡിച്ചർ എങ്കിൽ അവിടെ എന്തുകൊണ്ട്? ഡെഫിസിറ്റ് ഉണ്ട്, അല്ലെ? ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഉണ്ട്. അങ്ങനെ ബഡ്ജറ്റ് ഡെഫിസിറ്റ് വരുന്ന മുറയ്ക്ക് RBI ഇത്തരത്തിൽ ബഡ്ജറ്റ് ഡെഫിസിറ്റ് മറികടക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന് എന്ത് ചെയ്യാറുണ്ട്? ഫണ്ട് ചെയ്യാറുണ്ട്, ഫിനാൻസ് ചെയ്യാറുണ്ട്. അപ്പൊ 3 പ്രസ്താവനകൾ തന്നിരിക്കുകയാണ്. 3 വായിക്കുമ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ എന്നുള്ള നിലയ്ക്കാണ് RBI 3 വർത്തിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഓക്കെ, ഇതിന്റെ ശരി ഉത്തരം നിങ്ങൾ മനസ്സിലാക്കുക. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആദ്യമേ ഉത്തരം അങ്ങ് പറയാം. അതായത് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, LOLR നമ്മൾ പറയും കേട്ടോ. LOLR, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള ഓപ്ഷൻ ബാങ്ക് റൺ ഉണ്ടാകുമ്പോഴാണ്. എന്താണ് ബാങ്ക് റൺ എന്ന് ഞാൻ വഴിയെ സൂചിപ്പിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള ഓപ്ഷൻ RBI ബാങ്കുകൾക്ക് നൽകിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതായത് ബാങ്കുകൾക്കാണ് RBI ഒരു ലാസ്റ്റ് ഓപ്ഷനായിട്ട് മാറുന്നത്, അല്ലാതെ ട്രേഡിനോ ഇൻഡസ്ട്രീസിനോ അല്ല, അല്ലാതെ ഗവൺമെന്റിനല്ല. അപ്പൊ ബാക്കി 2 ഓപ്ഷൻസ് ഇവിടെ എന്താണ്? ഈ കോണ്ടെക്സ്റ്റിൽ തെറ്റാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ട്രേഡിന്, വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്ക് RBI ഡയറക്റ്റ് ആയിട്ട് ഫിനാൻസ് ചെയ്യാറില്ല. അതിനാണ് എന്തുള്ളത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ഉള്ളത്. അപ്പൊ ട്രേഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ബോഡീസിന് ഫണ്ടിന് ആവശ്യം വരുന്ന മുറയ്ക്ക് അവരാരെയാണ് സമീപിക്കേണ്ടത്? നേരിട്ട് അവർക്ക് RBI സമീപിക്കാൻ സാധിക്കത്തില്ല. അവരാരെയാണ് സമീപിക്കേണ്ടത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് സമീപിക്കേണ്ടത്. സോ ദർ ഈസ് നോ സച്ച് ഓപ്ഷൻ ഫ്രം RBI ടു ഫിനാൻസ് ദിസ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രീസ്. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് എന്താണ്? ആബ്സല്യൂട്ട് നോൺസെൻസ് ആണ്. ഇവിടെ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാം. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം 1997 അവസാനിപ്പിച്ച ഒരു പരിപാടിയാണ് അഡ്ഹോക് ട്രഷറി ബിൽസ്. അതായത് ഗവൺമെന്റ് ഇങ്ങനെ ഈ ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഫണ്ട് ഷോർട്ടേജ് ഉണ്ടാവുന്ന മുറയ്ക്ക് RBI ഇത്തരം അഡ്ഹോക് ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പണം സമാഹരിച്ച് ഗവൺമെന്റിന് നൽകുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അത് ഇന്നില്ല. അതിന്റെ അർത്ഥം RBI ഗവൺമെന്റിന് ഫിനാൻസ് ചെയ്യില്ല എന്നല്ല. RBI പലതരത്തിൽ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഫിനാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും സെൻട്രൽ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാസ്റ്റ് ഓപ്ഷൻ അല്ല. അവരുടെ എന്തല്ല? ലാസ്റ്റ് ഓപ്ഷൻ അല്ല. ഓക്കെ, എന്നാൽ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ദ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ RBI. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ ബാങ്ക് എങ്ങനെയൊക്കെയാണ് ഫണ്ട് കണ്ടെത്തുന്നതെന്ന് നിങ്ങളൊന്ന് അറിയണം. ബാങ്കിന് ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് ബാങ്ക് എങ്ങനെയൊക്കെയാണ് പണം കണ്ടെത്തുന്നത് നിങ്ങൾ അറിയണം. ഓരോ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓരോ ഓപ്ഷൻ ഇന്റർ ബാങ്ക് ലോൺസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്റർ ബാങ്ക് ലോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ബാങ്കുകൾ തമ്മിൽ പണം നൽകി സഹായിക്കും. ഇപ്പോൾ SBIക്ക് ഫണ്ട് ഷോർട്ടേജ് ഉണ്ടാവുകയാണെങ്കിൽ SBI വിളിച്ചിട്ട് ICICIയുടെ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു ബാങ്കിൻ്റെ നിന്ന്, പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ നിന്ന് എന്ത് ചെയ്യും? അവർക്ക് അധികം ഫണ്ട് ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് വാങ്ങാറുണ്ട്. അപ്പോൾ SBIക്ക് ഒരു കറൻസി ഷോർട്ടേജ് അല്ലെങ്കിൽ ഒരു കറൻസി ക്രഞ്ച് അനുഭവപ്പെടുകയാണ് എങ്കിൽ സിസ്റ്റത്തിൽ തന്നെയുള്ള മറ്റ് ബാങ്കുകൾ സഹായിക്കും. അതുപോലെ അന്യോന്യം എല്ലാ ബാങ്കുകൾക്കും സഹായിക്കാം. ഇനി രണ്ടാമതൊരു ഓപ്ഷൻ നമുക്കറിയാം, ഇന്റർ ബാങ്ക് ലോൺസ് എടുത്തു എന്നിട്ടും പണത്തിന് ആവശ്യമുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റിയുടെ ഭാഗമായിട്ട് റിപ്പോ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഓവർനൈറ്റ് ഫെസിലിറ്റി ആയിട്ട് RBIയിൽ നിന്ന് എന്ത് ചെയ്യാം? റിപ്പോ റേറ്റിൽ കടമെടുക്കാം. നമുക്കറിയാം അതാണ് റിപ്പോ ഫെസിലിറ്റി എന്നുള്ളത്. RBI, അതായത് സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്ന RBI ലിക്വിഡിറ്റി ഷോർട്ടേജ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ക്രഞ്ച് അനുഭവിക്കുന്ന ബാങ്കുകൾക്ക് ഓവർനൈറ്റ് ബേസിസിൽ എന്ത് നൽകും? ലോൺ നൽകും, ഷോർട്ട് ടേം ലോൺ നൽകും. ആ ലോൺ എന്താണ്? ഒരു ഓപ്ഷനാണ്. ഓക്കെ, കഴിഞ്ഞില്ല, അവിടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള 2 ഓപ്ഷൻസ്. ഒന്നുകിൽ ഇന്റർ ബാങ്ക് ലോൺ എടുക്കാം, അല്ലെങ്കിൽ ലാബ് ഫെസിലിറ്റിയുടെ കീഴിലുള്ള റിപ്പോ ഫെസിലിറ്റി ഉപയോഗിച്ച് ഫണ്ട് കണ്ടെത്താം. റിപ്പോ ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ബാങ്കുകൾക്ക് പരമാവധി 1% ഓഫ് NDTL മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? റിപ്പോ ഫെസിലിറ്റി വഴി
ബാങ്കുകൾക്ക് കടമായിട്ട് RBIയിൽ നിന്ന് എടുക്കാൻ സാധിക്കുള്ളൂ. NDTL എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ NDTL എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഡെപ്പോസിറ്റ്സ് എന്നങ്ങ് ഇമാജിൻ ചെയ്താൽ മതി. ബാങ്കുകളുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് എത്ര ആണോ, ഇമാജിൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് 100 കോടി രൂപയാണെങ്കിൽ അതിൻ്റെ 1% ബോറോ ചെയ്യാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വരും? 1 കോടി രൂപ വരും. ഞാൻ ഒരു ഉദാഹരണമായിട്ടാണ് 100 കോടി ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇതാണ് അടുത്ത ഫെസിലിറ്റി, രണ്ടാമത്തെ ഫെസിലിറ്റി, റിപ്പോ ഫെസിലിറ്റി. നിങ്ങളൊരു സിനാരിയോ ഒന്ന് ഇമാജിൻ ചെയ്തേ. ഇന്റർ ബാങ്ക് ലോൺസ് എടുക്കാനില്ല, മാക്സിമം എടുത്തു. ലാബ് ഫെസിലിറ്റി വഴി റിപ്പോ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ബാങ്കുകളുടെ 1% ഓഫ് NDTLും ബാങ്ക് ബോറോ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഫെസിലിറ്റിയും ബാങ്ക് എക്സോസ്റ്റ് ചെയ്തെന്നല്ലേ അർത്ഥം. പക്ഷെ ഇനിയും ബാങ്കിന് അല്ലെ ബാങ്കുകൾക്ക് ഫർദർ ഫണ്ടിന്റെ റിക്വയർമെന്റ് ഉണ്ട്. എന്താണ് ലാസ്റ്റ് ഓപ്ഷൻ? എന്താണ് ലാസ്റ്റ് റിസോർട്ട്? ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത് RBI ആണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ MSF പഠിച്ച ആൾക്കാരല്ലേ, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി പഠിച്ച ആൾക്കാരല്ലേ. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ആർക്കുള്ളതാണ്? റിപ്പോ ഫെസിലിറ്റിയും എക്സോസ്റ്റ് ചെയ്ത ശേഷം വീണ്ടും പണത്തിന് ആവശ്യം വരികയാണ് എങ്കിൽ അത്തരത്തിൽ പണം ആവശ്യപ്പെടുന്ന ബാങ്കുകൾക്ക് പെനാൽറ്റി റേറ്റിൽ ഓവർനൈറ്റ് ബേസിസിൽ RBI കൊടുക്കുന്ന ലോണാണെന്ത്? MSF ലോൺ എന്ന് പറയുന്നത്, അല്ലെ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. സോ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയുടെ ഭാഗമായിട്ട് 2% ഓഫ് NDTL, ബാങ്കുകളുടെ NDTL എത്രയാണോ, ഇവിടെ ഒരു കമ്പാരിസൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, പഠിച്ചു വെക്കാം. റിപ്പോ പ്രകാരം 1% ഓഫ് NDTL ആണ് ബാങ്കുകൾക്ക് വായ്പ എടുക്കാൻ സാധിക്കുന്നതെങ്കിൽ റിപ്പോ എക്സോസ്റ്റ് ചെയ്ത് റിപ്പോ ഫെസിലിറ്റിയും തീർന്ന ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം, അതായത് റിപ്പോ ഫെസിലിറ്റി വഴിയും പണം എടുത്ത ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് അടുത്ത 2% ഓഫ് NDTL MSF ഫെസിലിറ്റി വഴി ബോറോ ചെയ്യാൻ സാധിക്കും. എവിടുന്ന്? RBIയിൽ നിന്ന്. ഓർ എൽസ് ഈ MSF ഫെസിലിറ്റിയാണ് ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ RBI എന്തായിട്ട് മാറ്റുന്നത്? ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടായിട്ട് മാറ്റുന്നത്. അതായത് എല്ലാ ഓപ്ഷനും കഴിഞ്ഞ ശേഷം ദ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? MSF പ്രകാരം എടുക്കാൻ സാധിക്കുന്ന ബോറോയിങ് ആണ്. MSF വഴി എത്ര % ബോറോ ചെയ്യാൻ സാധിക്കും? 2% ഓഫ് NDTL ബോറോ ചെയ്യാൻ സാധിക്കും. ഓക്കെ, കേൾക്കുക. അപ്പോൾ 2% ഓഫ് NDTL MSF ഫെസിലിറ്റി വഴി ബാങ്കുകൾക്ക് ബോറോ ചെയ്യാൻ സാധിക്കും, അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ MSF റിപ്പോയും നോക്കുകയാണെങ്കിൽ റിപ്പോ ഫെസിലിറ്റി ഇമാജിൻ, ഇപ്പോൾ റിപ്പോ റേറ്റ് 5.25% കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ MSF റേറ്റ് എത്ര ആയിരിക്കും? റിപ്പോ റേറ്റിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അതിനെ പീനൽ റേറ്റ് അല്ലെ പെനാൽറ്റി റേറ്റ് എന്ന് പറയുന്നത്. കാരണം റിപ്പോ ഫെസിലിറ്റി പ്രകാരം ഇമാജിൻ ആണ്, ഞാൻ ഉദാഹരണം പറയണം, 5.25 ആണെങ്കിൽ റിപ്പോ റേറ്റ് എങ്കിൽ, നിലവിൽ റിപ്പോ റേറ്റ് 5.25% ആണ് എങ്കിൽ 5.25%-ൽ 1% ഓഫ് NDTL ലോണായിട്ട് എടുത്തൊരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ കിട്ടും. അനദർ 2% ഓഫ് NDTL കിട്ടും. ആ 2% ഓഫ് NDTL എങ്ങനെ ബോറോ ചെയ്യാൻ സാധിക്കും? ആ 2% ഓഫ് NDTL ഒരു ഉയർന്ന പലിശ നിരക്കിൽ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 25 ബേസിസ് പോയിന്റ്സ് ഹയർ ദാൻ റിപ്പോ റേറ്റിലായിരിക്കും ബോറോ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം റിപ്പോ 5.25 ആണെങ്കിൽ MSF റേറ്റ് 5.5% ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിപ്പോ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തേ. റിപ്പോ 5.5% ആണ് എങ്കിൽ MSF എത്ര ആയിരിക്കും? 5.25% ആയിരിക്കും. റിപ്പോ 6% ആണെങ്കിൽ MSF എത്ര ആയിരിക്കും? 6.25% ആയിരിക്കും. റിപ്പോ 5 ആണെങ്കിൽ MSF എത്ര ആയിരിക്കും? 5.25% ആയിരിക്കും. അതായത് റിപ്പോയെക്കാളും ഉയർന്ന റേറ്റിൽ RBI ബാങ്കുകൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ലെൻഡ് ചെയ്യാറുണ്ട്. അതിനെയാണ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് റിസോർട്ടായിട്ട് ബാങ്കുകൾ കണക്കാക്കുന്നത്. സോ അതുകൊണ്ട് ഇവിടെ ആൻസർ ഏത് മാത്രമേ വരുള്ളൂ? ആൻസർ ഓപ്ഷൻ B2 ഉള്ളിയാണ് വരുന്നത്. ബാങ്കുകൾക്ക് ഇത്തരണത്തിൽ RBI ലാസ്റ്റ് റിസോർട്ടായിട്ട് വർത്തിക്കുന്നു. എന്താണ് ആ ലാസ്റ്റ് റിസോർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഇനി മുതൽ ചിന്തിക്കേണ്ടത് MSF ഫെസിലിറ്റിയാണ് RBI ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് വിളിക്കാൻ അടിസ്ഥാനം. നിങ്ങളൊന്ന് ആലോചിച്ചേ, ബാങ്ക് റൺ എന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞു. ബാങ്ക് റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്ക് ഈസ് റണ്ണിങ് ഔട്ട് ഓഫ് ഓപ്ഷൻസ്. ഡെപ്പോസിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൽ പണമില്ല എങ്കിൽ ഡെപ്പോസിറ്റേഴ്സിന് ബാങ്കിന്റെ മേലെയുള്ള വിശ്വാസം നഷ്ടപ്പെടും. അപ്പോൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പണമെല്ലാം പിൻവലിക്കാനുള്ള ടെൻഡൻസി ആർക്ക് വരും? ഡെപ്പോസിറ്റേഴ്സിന് വരും. ഇവഞ്ച്വലി ബാങ്കുകൾ കൊളാപ്സ് ആവും. അങ്ങനെ കൊളാപ്സ്ഡ് ആവാതിരിക്കുന്നതിന് വേണ്ടി ബാങ്കുകൾക്ക് നൽകിയിട്ടുള്ള ഒരു ഫെസിലിറ്റി ആണെന്ത്? MSF ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ PDF-ൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതുമായിട്ട് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ PDF നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. അപ്പം എന്താണ് ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. RBI ഡയറക്റ്റ് ട്രേഡിനോ ഇൻഡസ്ട്രീസിനോ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള നിലയ്ക്ക് ട്രേഡിനും ഇൻഡസ്ട്രീസിനും RBI യാതൊരുവിധ ഫിനാൻസിങ്ങും കൊടുക്കുന്നില്ല. ഗവൺമെന്റിലോട്ട് വരുമ്പം ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നൊരു ഓപ്ഷൻ നിലവിലില്ല. കാരണം എന്താണ്? 97 വരെ ഉണ്ടായിരുന്ന അഡ്ഹോക് ട്രഷറി ബിൽസ് RBI അവസാനിപ്പിച്ചു. ഓക്കെ,
ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ക്ലിയർ. കോൺസെപ്ച്വലി നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ മറ്റ് സ്ട്രീംസിൽ നിന്നും മറ്റ് സബ്ജക്റ്റുകളിൽ നിന്നും നമുക്കെടുത്ത് ഈ ഒരു പങ്ക്തിയിൽ സോൾവ് ചെയ്യാം. അപ്പോൾ ഇതൊരു UPSC PSC ബ്രിഡ്ജ് PYQ സീരീസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, സി യു ദെൻ.